വിശ്വാസത്തിൻ്റെ അഭാവം ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുത്തുന്നു. ലിയോ 14 പാപ്പ. പത്രോസിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14 പാപ്പ മെയ് മാസം 9 കർദിനാൾ സംഘത്തോടൊപ്പം സിസ്റ്റൈൻ ചാപ്പലിൽ വിശുദ്ധ ബലിയർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. 2000 വർഷത്തെ സഭയുടെ വിശ്വാസ പാരമ്പര്യം വിശുദ്ധ പത്രോസിൻ്റെ ഈ വാക്കുകളിൽ അടിസ്ഥാനമാക്കിയതാണെന്ന വാക്കുകളോടെയാണ് ലിയോ 14 പാപ്പ പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിലുള്ള തൻ്റെ ആദ്യ വചന സന്ദേശം ആരംഭിച്ചത്. പിതാവായ ദൈവത്തിൻ്റെ മുഖം മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തുന്ന ഏക രക്ഷിതാവാണ് യേശുക്രിസ്തു എന്നതും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. ദൈവത്തിൽ മനുഷ്യരെ അടുപ്പിക്കുന്നതിനായി പുനരുത്ഥാനത്തിന് ശേഷം നമുക്കെല്ലാവർക്കും അനുകരിക്കാൻ കഴിയുന്ന വിശുദ്ധ മാനവികതയുടെ ഒരു മാതൃക കാണിച്ചു തരികയും നിത്യപിതയുടെ വാഗ്ദാനം പ്രദാനം ചെയ്തവനുമാണ് യേശുവെന്നതും പാപ്പ ചൂണ്ടിക്കാണിച്ചു. വിശുദ്ധ പത്രോസ് താൻ ആരെന്നുള്ള യേശുവിൻ്റെ ചോദ്യത്തിന് നൽകുന്ന മറുപടിയിൽ ദൈവത്തിൻ്റെ മഹത്തായ ദാനവും രൂപാന്തരപ്പെടാൻ അനുവദിക്കുന്നതിന് സ്വീകരിക്കേണ്ട പാതയും നമുക്ക് കാണിച്ചു തരുന്നുവെന്ന്, രക്ഷയുടെ ഈ മാനമാണ് മാനവകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സഭ പ്രഘോഷിക്കേണ്ടതെന്നും പാപ്പ പറഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുക്കുകയും ജ്ഞാനസ്നാനത്താൽ പുനരുജ്ജീവിപ്പിക്കുകയും നമ്മുടെ പരിമിതികൾക്ക് അപ്പുറം നമ്മെ നയിക്കുകയും ചെയ്ത ദൈവം നമുക്ക് നൽകുന്ന ഉത്തരവാദിത്വവും സകല സൃഷ്ടികളോടുമുള്ള വചന പ്രഘോഷണമാണെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. പത്രോസിൻ്റെ പിൻഗാമിയാകുവാനുള്ള തൻ്റെ വിളി ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമായ സഭയുടെ വിശ്വസ്തനായ കാര്യസ്ഥനാകുവാൻ മാത്രമുള്ളതാണെന്നും പാപ്പ പറഞ്ഞു. എന്നാൽ ഇത് ഘടനകളുടെ മഹത്വമോ സൗന്ദര്യമോ അല്ലെന്നും, മറിച്ച് അതിൽ അംഗങ്ങളുടെ വിശുദ്ധിയിലൂടെയാണ് സഭയുടെ വെളിച്ചം വെളിപ്പെടുന്നതെന്നും പാപ്പ പറഞ്ഞു. തുടർന്ന് താൻ ആരെന്നാണ് മറ്റുള്ളവർ പറയുന്നതെന്ന് യേശുവിൻ്റെ ചോദ്യവും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഈ ചോദ്യം നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല എന്നും, മറിച്ച് നമ്മുടെ ശുശ്രൂഷയുമായി അഭേദ്യ ബന്ധം പുലർത്തുന്നുവെന്നും പാപ്പ പറഞ്ഞു. നാം ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങളും അതിൻ്റെ പരിമിതികളും സാധ്യതകളും ചോദ്യങ്ങളും ബോധ്യങ്ങളുമെല്ലാം തിരിച്ചറിയുന്നതിന് യേശുവിൻ്റെ ഈ ചോദ്യം നമ്മെ ഏറെ സഹായിക്കുന്നുവെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള സംഭാഷണം നടക്കുന്നത് ആഡംബര കൊട്ടാരങ്ങൾ നിറഞ്ഞ മനോഹരമായ കേസറിയ ഫിലിപ്പി പട്ടണത്തിലാണെങ്കിലും അവിടെ ക്രൂരമായ അധികാര വലയങ്ങളും വഞ്ചനയുടെയും അവിശ്വസനീയതയുടെയും രംഗം അരങ്ങേറുന്നുവെന്ന കാര്യം വിസ്മരിക്കരുതെന്നും പറഞ്ഞ പാപ്പ സത്യസന്ധതയുടെയും ധാർമ്മികതയുടെയും സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ഈ ലോകം നമ്മെ തള്ളിക്കളയുന്നുവെന്ന സത്യം ഉൾക്കൊള്ളണമെന്നും അടിവരയിട്ട് പറഞ്ഞു. എന്നാൽ നിഷ്കളങ്കരായ ജനങ്ങൾ നൽകുന്ന നസ്രായൻ്റെ പ്രത്യേകതകളും പാപ്പ എടുത്തു പറയുകയുണ്ടായി. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥയും സന്ദേശത്തിൽ പാപ്പ ചൂണ്ടിക്കാണിച്ചു. സുവിശേഷത്തിനു വേണ്ടി നാം ത്യാഗങ്ങൾ സഹിക്കേണ്ടത് ഏറെ ആവശ്യമാണെന്നും പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞു. എന്നാൽ ഇന്നത്തെ വിശ്വാസത്തിൻ്റെ അഭാവവും ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുന്നതിനും കരുണയെ വിസ്മരിക്കുന്നതിനും വ്യക്തിയുടെ അന്തസ്സിനെ തിരസ്കരിക്കുന്നതിനോ ഇടയാക്കുമെന്ന മുന്നറിയിപ്പും പാപ്പ നൽകുന്നു. യേശുവിനെ ഒരു അധമാനുഷിക പ്രതിഭാസമായി ചുരുക്കുന്നത് നിരീശ്വരവാദമാണെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. അതിനാൽ പത്രോസിനെ പോലെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ, റോമിലെ സഭയുടെ മെത്രാൻ എന്ന നിലയിൽ തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു നിലനിൽക്കുന്നതിനായി താൻ അപ്രത്യക്ഷനാവുകയും ക്രിസ്തു അറിയപ്പെടുന്നതിനും മഹത്വീകരിക്കപ്പെടുന്നതിനും താൻ ചെറുതാക്കപ്പെടുന്നതിനും യേശുവിനെ അറിയുന്നതിനായി മറ്റുള്ളവർക്കായി വ്യയം ചെയ്യപ്പെടുന്നതിനും പ്രാർത്ഥനകളും പാപ്പ അഭ്യർത്ഥിച്ചു.